ഞാൻ കേരള സർവകലാശാലയിലെ ഗവേഷകനാണ്. പേര് കൃഷ്ണദാസ്. കുമാരു എന്ന സിദ്ദിഖ് സാറിൻ്റെ നോവൽ, എഴുത്തുകാരൻ്റെ ബയോ അല്ലെങ്കിൽ ജീവചരിത്രത്തെ ആസ്പദമാക്കിയൊരു നോവൽ എന്നുള്ള നിലയ്ക്ക് അപ്പുറം ഒരു കൊലയാളിയുടെ ജീവചരിത്രത്തെ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കൂടി കടന്നു നിൽക്കുന്ന ഒന്നാണ്. ഏതൊരു കൊലയ്ക്കും ഒരു നീതീകരണം തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ആ നീതീകരണം നമ്മുടെ ഭരണഘടനയുടെ നിയമവ്യവസ്ഥയ്ക്ക് ഒരിക്കലും സ്വീകരിക്കാവുന്ന ഒന്നല്ല എന്നുള്ളതുകൊണ്ട് കൊലയുടെ നീതീകരണത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ ഫിക്ഷനിൽ നമുക്കത് സമർത്ഥമായി തന്നെ ഭാവബന്ധിരമായി തന്നെ എഴുതാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏതൊരു എഴുത്തുകാരനും എപ്പോഴും അല്ലെങ്കിൽ ഏതൊരു രചയിതാവും അടക്കി വെച്ച ഒരു കാമനകളെ ഒരുപക്ഷെ തുറന്നു വിടുന്നത് അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഒരു ജീവിതത്തെ ഒരുപക്ഷെ ജീവിക്കുന്നത് തൻ്റെ ഫിക്ഷൻ രചനകളിലായിരിക്കും. വൈലോപ്പിള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റൊരു കാവ്യ ജീവിതം മഞ്ഞിൽ എന്ന്. അപ്പം അത്തരത്തിലൊരു ജീവിതത്തോടൊപ്പം തന്നെ അതിന് സമാന്തരമായി ഒരാൾ ജീവിക്കുന്ന ഒരു ജീവിതം, ഒരു ഒളി സങ്കേതം, അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ നോവലിസ്റ്റ് ചെറുകഥാകൃത്തൊക്കെയായ എസ് ഹരീഷൊക്കെ പറഞ്ഞത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ അഭയ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഒരു സാഹിത്യകൃതി എന്നാണ്. അപ്പം അങ്ങനെ ഏറ്റവും അവസാനത്തെ അഭയ സങ്കേതങ്ങളിൽ ഒന്നിലേക്ക് ഒരാൾ കടക്കുക എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതൊരു പക്ഷേ ചെറുകഥയ്ക്കോ അല്ലെങ്കിൽ കവിതയ്ക്കോ നൽകാവുന്നതിനപ്പുറം ഒരു സുരക്ഷിതത്വം ഒരു രചയിതാവിന് ഒരുപക്ഷെ നോവൽ നൽകും. കാരണം അതിൻ്റെ ക്യാൻവാസ് അത്രത്തോളം വലുതാണ്. അതെല്ലാ തരത്തിലുള്ള സാഹിത്യ രൂപങ്ങളെയും ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെയാണ്. റീഗിൾട്ടൺ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു നോവലിനെ കുറിച്ചുള്ളൊരു പുസ്തകത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നോവൽ എന്നത് തന്നെ പലതരത്തിലുള്ള സാഹിത്യ രൂപങ്ങളെ അല്ലെങ്കിൽ പലതരത്തിലുള്ള രചനാരൂപങ്ങളെ ചേർത്ത് വയ്ക്കുന്ന ഒന്നാണ്. അതിലൊരുപക്ഷെ നിങ്ങൾക്ക് കവിത കാണാൻ പറ്റും, അതിൽ നിങ്ങൾക്ക് നാടകീയമായ സംഭാഷണങ്ങൾ കാണാൻ പറ്റും, അതിൽ നിങ്ങൾക്ക് ആക്ഷേപഹാസ്യം കാണാൻ പറ്റും, അതിൽ നിങ്ങൾക്ക് ഡയറി കുറിപ്പുകൾ കാണാൻ പറ്റും, അതിൽ നിങ്ങൾക്ക് ആത്മകഥയുടെ അംശങ്ങൾ കാണാൻ പറ്റും, അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ വരെ കാണാൻ സാധിക്കും. NS മാധവൻ അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൽ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി വരെ തൻ്റെ നോവലിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോവൽ എന്ന് പറയുന്നത് അങ്ങനെ പല രൂപങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സൃഷ്ടി നടത്തുക എന്നുള്ളതാണ് നോവലിൻ്റെ അടിസ്ഥാന പ്രകൃതം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുമാരു എന്നുള്ള നോവലിൽ നമുക്ക് കാണാൻ പറ്റുന്ന അത്തരത്തിലുള്ളൊരു പ്രകൃതമാണ്. ഇതിൽ ആശാൻ തന്നെ അവതരിച്ചുകൊണ്ട്, ആശാൻ ഒരു ക്യാമിയോ റോളിൽ വന്നുകൊണ്ട് ഒരു ഡയറി കുറിപ്പ് എഴുതി ആശാൻ അങ്ങ് പോകുന്നു. പിന്നീട് ആശാൻ പല സന്ദർഭങ്ങളിലായിട്ട് കടന്നു വരുന്നു. അല്ലെങ്കിൽ നമ്മൾ സാഹിത്യ ചരിത്രത്തിലും അല്ലാതെയും പഠിച്ച ആളുകളൊക്കെ നമ്മുടെ മുന്നിൽ കടന്നു വരുന്നു. അവരെ അന്വേഷിച്ചുകൊണ്ട് ഒരു കൊലയാളി ആശാന് പിറകെ സഞ്ചരിക്കുന്നു. ആശാന് പിറകെ മാത്രമല്ല അയാൾ സഞ്ചരിക്കുന്നത്, ആശാൻ്റെ കാവ്യ ജീവിതത്തിന് പിറകെയാണ്. ആശാൻ രൂപപ്പെടുത്തിയ ഒരു അവബോധത്തിന് പിറകെ കൂടിയാണ്. ഈ അവബോധത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ ഒരുപക്ഷെ MA സിദ്ദിഖ് എന്ന എഴുത്തുകാരൻ, എന്ന നോവലിസ്റ്റ്, ഇതിൽ ആശാൻ്റെ ഒരു അവബോധം സ്വീകരിച്ചുകൊണ്ടാണ് അതിൽ ആശാൻ്റെ ഡയറി കുറിപ്പുകൾ എഴുതുന്നത്. ഒരുപക്ഷെ കൽക്കട്ടയിലെ അനുഭവങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു രചന നടത്തേണ്ടുമ്പോൾ സ്വീകരിക്കേണ്ട മാനസികാവസ്ഥകളായിക്കോട്ടെ, ഒരുപക്ഷെ ആശാൻ്റെ കയ്യെഴുത്ത് പ്രതികളൊക്കെ നമുക്ക് ലഭ്യമാണ്. MA ബഷീർ അതിനെക്കുറിച്ച് ഗവേഷണ പ്രബന്ധം എഴുതി അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാള സർവകലാശാല പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ആശാൻ്റെ കയ്യെഴുത്ത് പ്രതികളിൽ ഓരോ കവിതകളിലും ആശാൻ ഏതേത് വരികളാണ് ഓരോ സമയത്ത് സ്വീകരിച്ചത് തുടങ്ങി ആശാൻ്റെ മനോനില ഏതാണ്ടൊക്കെ അതിൽ നമുക്ക് വ്യക്തമാകും. എങ്കിൽ പോലും അതൊന്നും നമുക്ക് അത്ര സുവ്യക്തമായി ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആ നിലയിൽ അത്തരത്തിൽ പല സ്ഥലത്തായി ചിതറിക്കിടക്കുന്ന ആശാൻ്റെ അവബോധത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ആ ഡയറി കുറിപ്പുകളുടെ ഭാഗം പൂർത്തീകരിക്കുന്നത്. അവിടെ മറാത്ത എന്ന പേരിൽ ഒരു കത്ത് ആശാന് വരുന്നുണ്ട്. ഒരുപക്ഷെ ഹിന്ദു പ്രചാരണ സഭയുടെ ഭാഗമായിട്ട് ഒരു പലതവണ മാപ്പെഴുതി കൊടുത്ത് മാപ്പെഴുതുന്നൊരു ശീലമാക്കിയ ഒരുപക്ഷെ വീർ സവർക്കറിൻ്റെ ഒരു കത്താണ് ഒരുപക്ഷെ മറാത്ത എന്നുള്ള പേരിൽ. ഒരുപക്ഷെ ആ കത്തുകളുടെ ഒരു ചരിത്ര സാഹചര്യം നിങ്ങൾ അറിയണമെങ്കിൽ PN ഗോപികൃഷ്ണൻ ഹിന്ദുത്വത്തിൻ്റെ കഥ എന്നുള്ള പേരൊരു പുസ്തകം ഈ അടുത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ കുറേ കൂടി വിശദാംശങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ അതിലറിയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലൊരു ചരിത്ര സന്ധിയെ അവിടെ രൂപപ്പെടുത്തിക്കൊണ്ട് ഈ ചരിത്രവും ഭാവനയും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു പോയിന്റിനെ അവിടെ നിർവചിക്കുന്നുണ്ട്. ആ പോയിന്റിലാണ് ഒരുപക്ഷെ ഈ പുസ്തകത്തിൻ്റെ പൊളിറ്റിക്സ് കിടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചരിത്രത്തെയും ഭാവനയും ചേർത്ത് വയ്ക്കുക എന്ന് പറയുന്നത് നോവലിന് ഒരുപക്ഷെ സുപരിചിതമായ കാര്യമാണ്. കാരണം ഒരുപക്ഷെ ആഗസ്റ്റ് 17 പോലുള്ള എസ് ഹരീഷിൻ്റെ ഒരു നോവൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ചരിത്രത്തെ അപനിർമ്മിക്കുന്നതാണ്. ഒരു ചരിത്രം മറ്റൊന്നായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ പോയിന്റിനെ ഈ നോവലിലുടനീളം അദ്ദേഹം കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയം പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷമായോ പറയാൻ മടിക്കുന്നൊരു സമൂഹത്തിൽ ഒരുപക്ഷെ തൻ്റെ ആവിഷ്കാരത്തിലൂടെ വളരെ പ്രത്യക്ഷമായി തന്നെ ഒരു കത്തിലൂടെ, ആശാൻ ഒരുപക്ഷെ എഴുതുമായിരുന്ന ഒരു കത്തിലൂടെ അത്തരത്തിലൊരു രാഷ്ട്രീയത്തെ രേഖപ്പെടുത്തി എന്നുള്ളത് ഈ നോവൽ ഒരുപക്ഷെ വർത്തമാനകാലത്ത് ഇന്ത്യൻ സാഹചര്യത്തിൽ
വളരെ പ്രത്യക്ഷമായി തന്നെ ആളുകൾ രാഷ്ട്രീയം പറയാൻ ഭയക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുമാരനാശാൻ എന്ന് പറയുന്ന വളരെ പ്രശ്നവൽക്കരിക്കപ്പെട്ട ഒരു ജീവിതവും ഒരു മരണവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളെ അത്തരത്തിൽ പ്ലേസ് ചെയ്യുകയും അങ്ങനെ ഒരു ആവിഷ്കാരം കുമാരു എന്നുള്ള നോവലിൻ്റെ പേരിൽ നടത്തുകയും ചെയ്യുന്നു. ആശാന്റെ മരണം എന്ന് പറയുന്ന ഒരു ദുരൂഹത, ആശാന്റെ മരണം സൃഷ്ടിച്ചൊരു നിഗൂഢത, ആശാന്റെ കവിതകളിലൊക്കെ ഉള്ളതുപോലെ പല പല അടരുകളായി ഒരാൾ മരിക്കുന്നു എന്നുള്ളതാണ്. അത് അടിത്തട്ടിലേക്ക് ചേർന്നുകൊണ്ട് മരിക്കുന്നു. കായലിനോടും ജലത്തോടും നിരന്തരം ചേർന്ന് ജീവിച്ച ഒരു മനുഷ്യൻ, അയാൾ അങ്ങനെ കായലിൻ്റെ അടിത്തട്ടിലേക്ക് പോയി തന്നെ മരിക്കുന്നു. അങ്ങനെ അതുപോലും തൻ്റെ മരണത്തെ പോലും അത്തരത്തിലൊരു ദുരൂഹതയിലേക്ക് പോയി മറഞ്ഞ ഒരു എഴുത്തുകാരൻ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൽക്കട്ട ജീവിതമൊക്കെ നമുക്ക് അറിയാവുന്നത് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് നിലയിലുള്ള രേഖകളിൽ നിന്നോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അവിടെയും പല ദുരൂഹതകളുണ്ട്. അങ്ങനെ ആശാന്റെ ജീവിതം തന്നെ അവശേഷിപ്പിച്ച കുറേ വിടവുകളിലെയാണ് ഒരുപക്ഷെ ഈ നോവലിസ്റ്റ് ആ വിടവുകളെ കണ്ടെത്തുകയും ആ വിടവുകളെ ഫുൾഫിൽ ചെയ്യാനുള്ള ഒന്നാക്കി ഈ നോവലിൻ്റെ ക്രാഫ്റ്റിനെ മാറ്റുകയും ചെയ്യുന്നത്. ഈ നോവലിൻ്റെ ക്രാഫ്റ്റ് തന്നെ പല നിലയിലാണത് നിലനിൽക്കുന്നത്. അത് കത്തുകളായിട്ട് പറഞ്ഞു, ഡയറി കുറിപ്പുകളായിട്ട് വരുന്നുണ്ട്, ചില രേഖകളായിട്ട് വരുന്നുണ്ട്. കാരണം ഈ ഒരു വിഷയത്തെ എങ്ങനെ ആവിഷ്കരിക്കും എന്നുള്ളൊരു ആശങ്ക ഒരുപക്ഷെ ഏതൊരു നോവലിസ്റ്റിൻ്റെ മുന്നിലുണ്ടാവും. ആ ആശങ്കയെ പരിഹരിക്കാവുന്നോളം ആ ആശങ്കയെ കുറെ കൂടി സുഗമമാക്കി അതിനെ അവതരിപ്പിക്കാനുള്ള ഒരു വഴി എന്നുള്ള നിലയിലാണ് ഒരുപക്ഷെ ഈ ഡയറി കുറിപ്പുകളും കത്തുകളും ഒക്കെ ഈ നോവലിൻ്റെ പ്രതലത്തിലേക്ക് കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊന്നെന്നുള്ളത് ഒരുപക്ഷെ ചലച്ചിത്രം എന്നുള്ളൊരു മാധ്യമത്തിൻ്റെ ഒരു ആവിർഭാവവും അതിൻ്റെ വികാസവും അതിൻ്റെ സ്വാധീനവും ഒരുപക്ഷെ എഴുത്ത് എന്നുള്ള ഫോമിനെ എങ്ങനെയൊക്കെ പരിഷ്കരിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി നമുക്ക് കാണാം. ഈ സഞ്ചാര പദങ്ങൾ ആവിഷ്കരിക്കുമ്പോഴായിക്കോട്ടെ, പല സ്ഥലങ്ങളിൽ നിന്നൊരു സ്ഥലത്തേക്കുള്ള യാത്രകളായിക്കോട്ടെ, ദൃശ്യങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ ആയിക്കോട്ടെ, അപ്പം ഇതിലൊക്കെ ഒരുപക്ഷെ ആശാനിലും അത്തരത്തിലുള്ള ചില ചലച്ചിത്രത്തിൻ്റെതല്ല അല്ലാത്ത ചില സൂചനകൾ കാണാമെങ്കിൽ പോലും ആശാന്റെ കവിതകളിലൊക്കെ പലതരത്തിലുള്ള ക്ലോസപ്പുകളും ഏരിയൽ വ്യൂ പോലുള്ള ഷോട്ടുകളൊക്കെ നമുക്ക് കവിതകൾ സൂക്ഷ്മമായി വായിച്ചാൽ പല കവിതകളും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നതോടൊപ്പം തന്നെ ഇവിടെ ഈ കുമാരു എന്നുള്ള നോവലിൻ്റെ നോവലിസ്റ്റ് അത്തരത്തിലുള്ള ചില സങ്കേതങ്ങൾ ഈ നോവൽ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അത് ഈ നോവലിലെ നിരന്തരം ഒരു തുടർച്ച എന്നോണം വരുന്ന ഒരു ചടുലതയെ ആവിഷ്കരിക്കാൻ എന്നാണ്. ആ ചടുലത ഒരുപക്ഷെ നമുക്ക് കടന്നു വരുന്നത് ചലച്ചിത്രത്തിൽ നിന്നാണ്. കാരണം ഈ ചടുലതയുടെ ഒരു ലോകത്താണ് നമ്മൾ നിരന്തരം ജീവിക്കുന്നത്. അപ്പോൾ ചടുലത ഒരു നിമിഷം ഒന്ന് മുറിഞ്ഞാൽ അതൊരു രസച്ചരട് മുറിയലായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഭാഷയിലൂടെ ആ ഒരു ചടുലതയെ നിലനിർത്തുകയും അതിൽ തന്നെ തൻ്റെ ദാർശനികതയെയും രാഷ്ട്രീയത്തെയും ഒക്കെ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു ക്രാഫ്റ്റാണ്, ഒരു രചനാതന്ത്രമാണ് ഈ നോവലിസ്റ്റ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പലതരത്തിലുള്ള ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു. ഇതിൽ തന്നെ ഈ വൃക്ഷസേനൻ ഈ സാമ്യകിയോട് അദ്ദേഹത്തിൻ്റെ അവിടെ കുമാരനാശാനെ വധിക്കാൻ പോയതിനു ശേഷം കുമാരനാശാനെ പിന്തുടരുമ്പോൾ അദ്ദേഹത്തിന് ഇന്ന വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു സന്ദേശഹരനോട് ഒരുപക്ഷെ സന്ദേശം കൊടുക്കുന്ന ആൾ പറഞ്ഞു കൊടുക്കുന്ന ചില വാചകങ്ങൾ, പലതരത്തിലുള്ള സന്ദേശകാവ്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ക്രാഫ്റ്റ് എന്താണെന്ന്. അത്തരത്തിലുള്ളൊരു രചനാതന്ത്രത്തെ കൂടി ഇതിലേക്ക് ബോധപൂർവമോ അബോധപൂർവമോ കൂട്ടിച്ചേർക്കുവാനുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല നിലകളിലുള്ള രചനാതന്ത്രത്തെ ഒരുപക്ഷെ അനേകം രചനാതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കവിത എഴുതിയ, പല നിലയിൽ തൻ്റെ കാവ്യത്തെ ആവിഷ്കരിക്കുവാൻ ശ്രമങ്ങൾ നടത്തിയ, താൻ ജീവിച്ചിരിക്കുന്ന ആ ഒരു ചെറിയ കാലയളവിൽ തന്നെ പലതരത്തിലുള്ള സാഹിത്യ ഫോമുകൾ എഴുതിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ പിന്തുടരുന്ന അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുവാൻ എം എ സിദ്ദിഖ് എന്ന നോവലിസ്റ്റ് സ്വീകരിച്ചൊരു വഴിയായിട്ടാണ് നമ്മൾ കുമാരനെ മനസ്സിലാക്കേണ്ടത്. പല നിലയിൽ നമുക്ക് ഒരുപക്ഷെ ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു പോകാം. ഒരാൾ തന്നെ ഒരു ജീവിതമല്ല ജീവിക്കുന്നത്, പലതരത്തിലുള്ള ജീവിതം ജീവിക്കുന്നുണ്ട്. ആശാൻ തന്നെ കവിയായിട്ടല്ല ജീവിച്ചത്, കവിയായി ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം. അതേസമയം ഒരു സാമൂഹിക പ്രവർത്തകനായി ജീവിച്ചിട്ടുണ്ട്, ഒരു സംഘടനാ നേതാവായി പ്രവർത്തിച്ചിട്ടുണ്ട്, ഗദ്യകാരനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, സാഹിത്യ വിമർശകനായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ചിത്രയോഗം പോലുള്ള കാവ്യങ്ങളെയൊക്കെ വിമർശിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പല നിലയിൽ അടയാളപ്പെടുത്തേണ്ടുന്ന ഒരാളുടെ ജീവിതത്തെ ഫെർണാണ്ടോ പെസോവയൊക്കെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ തന്നെ പലതായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത്. പെസോവയെ പോലുള്ളൊരു കവി അനേകം പേരുകളിലാണ്, പലതരം ആൽബർട്ടോ കെയ്റോ, ഫെർണാണ്ടോ പെസോവ തുടങ്ങി പല പേരുകളാണ് എഴുതിയത്. ഇവിടെ പല പേരുകളിൽ എഴുതിയില്ലെങ്കിൽ പോലും ആശാൻ ഒരു പേരിൽ തന്നെ പല നിലയിലുള്ള ആവിഷ്കാരങ്ങളെ ആവിഷ്കരിച്ചു. അപ്പം അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് ഈ പലതരത്തിലുള്ള നിലകളെല്ലാം അടയാളപ്പെടുത്തുക എന്നുള്ള വളരെ വലിയൊരു ദൗത്യം കൂടി ഇവിടെ എഴുത്തുകാരൻ്റെ രചയിതാവിൻ്റെ മുമ്പിലുണ്ട്. ആ ദൗത്യത്തെ ഒരുപക്ഷെ സാർത്ഥകമായി തന്നെ അവതരിപ്പിക്കാനുള്ളൊരു വലിയ ശ്രമം ഒരുപക്ഷെ കുമാരു എന്നുള്ള ഈ നോവലിലുണ്ട്. അതൊരുപക്ഷെ മലയാള നോവലിൻ്റെ ചരിത്രത്തിൽ, മലയാള നോവൽ പിന്നിട്ട ഒരു വഴികളിലൊക്കെ നമുക്ക് കാണാം ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാണ് ഈ നോവൽ അതിൻ്റെ ഫോമിനെ നിരന്തരം പുതുക്കിപ്പണിയുന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പുതുക്കിപ്പണിയലുകൾക്ക് പാത്രമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലാവസ്ഥയിലാണ് മലയാള നോവൽ എന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒരു സുപ്രധാനമായ
ഒരു എഴുത്ത് തന്നെയാണ് ഈ നോവലെന്ന് പറയാം. അതിൽ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ മഹാരാജാവിനെ പോലെ ജീവിക്കേണ്ട ഒരാളാണല്ലോ കട്ടച്ചെളിയിൽ വീണ് മരിച്ചത് എന്നുള്ളതൊരു ഒരു സങ്കടം നമുക്ക് അവിടെ കാണാം. അതേസമയം മറ്റൊരു തരത്തിൽ സാമൂഹിക തന്നെ പറയുന്നുണ്ട്, താൻ ഒരിക്കലും കൊല്ലാൻ വന്നത് ഒരിക്കലും ഒരുപക്ഷെ ഒരു മരണത്തെ, ഒരാളെ കൊല്ലുക എന്നുള്ളത് തൻ്റെ ജീവിതാഗ്രഹമൊന്നുമല്ല, പക്ഷെ ഗതികേടാണ് ഒരാളെ അവിടെ എത്തിച്ചത്. അപ്പോൾ അതേസമയം ഒരു സമയം കൊലയാളിയുടെ ജീവിതത്തിലൊരു നീതീകരണം ചമയ്ക്കുകയും അയാൾ പിന്തുടരുന്ന കവിയുടെ ജീവിതത്തെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നൊരു രചനാതന്ത്രം ഒരുപക്ഷെ നമുക്ക് എനിക്ക് ഓർമ്മ വന്ന നെരൂദ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഈ നെരൂദ എന്ന് പറഞ്ഞ സിനിമയിൽ നെരൂദ എന്നുള്ള ചില്ലിയിൽ ഏറ്റവും വിശ്വവിഖ്യാതനായ കവിയെ ഒരു ഡിക്റ്ററ്റീവ് ഫോളോ ചെയ്യുകയും ഡിക്റ്ററ്റീവ് അയാളുടെ കാവ്യ സന്ദർഭങ്ങൾ പലപ്പോഴായി വായിച്ചതൊക്കെ ഓർത്തെടുക്കുകയും ഒടുവിൽ ഒരു ഹിമപാതത്തിൽ, ഒരു മഞ്ഞ് മൂടിയ ഇടത്ത് ആ ഡിക്റ്ററ്റീവ് ഇല്ലാതാവുകയാണ്. അയാളിങ്ങനെ കവിക്ക് പിറകെ ഫോളോ ചെയ്ത് ഒടുവിൽ ആ ഡിക്റ്ററ്റീവ് ഇല്ലാതാവുന്ന, ആ ഹിമപാതത്തിൽ അലിഞ്ഞില്ലാതാവുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. ആ അവസ്ഥയാണ് ഒരു പക്ഷേ ഈ നോവൽ വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ആ സിനിമ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നൊരു സിനിമയാണ് ഈ നെരൂദ എന്ന് പറയുന്ന ഒരു ചിലിയൻ പോയറ്റിനെ കുറിച്ചുള്ള ഒരു സിനിമ. അപ്പോൾ ഏതൊരു ആവിഷ്കാരം എന്ന് പറയുന്നത് അത് ഏതൊരു കാലഘട്ടത്തിലായാലും ഏതൊരു സ്ഥലത്തായാലും ചില ആവിഷ്കാരങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. അത് ഏതൊരു മനുഷ്യ സമൂഹത്തോടും സംവദിക്കാൻ പര്യാപ്തമായ ഒന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആശാന്റെ ജീവിതത്തെയും ആശാന്റെ കൃതികളെയും വായിച്ചുകൊണ്ട് കുമാരി വായിക്കുന്ന ഒരാൾക്ക് ഒരനുഭവമായിരിക്കും കിട്ടുക. എന്നാൽ ആശാന്റെ കൃതികളെല്ലാം തീർത്തും അപരിചിതമായി ആശാൻ കുമാരവിലേക്ക് പ്രവേശിക്കുന്ന ആൾക്ക് ളെയും അത് നിരാശപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു സാഫല്യം ഒരുപക്ഷെ ഈ എഴുത്തുകാരൻ ഈ നോവലിലൂടെ അനുഭവിക്കാം എന്ന് വിചാരിക്കുന്നു. നന്ദി.